ഹായ് ഓൾ, നമുക്കിന്ന് എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് എന്താണെന്ന് നോക്കാം. വറ്റ് ഈസ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ ഓർ ഡയറക്റ്റിംഗ്. As we already studied what is directing, it is the process of guiding or instructing the people to do a particular job or guiding the people for doing or for attaining the desired objectives of the organization, that is direction or directing. Then what are the elements of directing? Elements means components of directing or parts of directing. ഡയറക്റ്റിങ്ങിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡയറക്റ്റിങ് എഫക്റ്റീവ് ആവണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കമ്പോണൻസ് ഫുൾഫിൽ ചെയ്യാനുണ്ട്, ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ അത് എഫക്റ്റീവായിട്ട് നടന്നാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റിങ് എഫക്റ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റൂ. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഡയറക്ഷൻ്റെ കമ്പോണൻസ് ആണ്. ഡയറക്ഷൻ നന്നായിട്ട് നടക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മാനേജർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതാണ് എന്താ എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ ഓർ കമ്പോണൻസ് ഓർ പാർട്സ് ഓഫ് ഡയറക്ഷൻ. സോ elements of direction includes commanding, supervision, communication, leadership, motivation, delegation of authority, maintenance of discipline and coordination. You all are familiar with these components or these terms, and we can check how it will be influence the directing process. So first and most important element of direction is that commanding. It is the most important element of direction. Commanding simply means giving orders, instructions towards subordinates to achieve the desired objectives of the organization. As already know what is commanding, it is giving orders to the വർക്കേഴ്സ്. നമ്മൾക്കായാലും ഇപ്പം നിങ്ങൾക്കായാലും ടീച്ചേഴ്സ് കുറച്ച് കമാൻഡ്സ് അല്ലെങ്കിൽ ടീച്ചർ കമാൻഡ് ചെയ്യാണ്, നോട്ട് ബുക്ക് എടുക്കുക അല്ലെങ്കിൽ അവിടെ ലാബിലേക്ക് പോകും അല്ലേ, കമാൻഡ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തരികയാണ്, അതാണ് എന്ത് കമാൻഡിങ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റിലാകുമ്പോൾ എന്താ മാനേജർ ഓരോ വർക്കേഴ്സിനും ഓർഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്താണ് ഡ്യൂട്ടി, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഓർഡർ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത് കമാൻഡിങ് എന്ന് പറയുന്നത്. കമാൻഡ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിങ് ഓർഡേഴ്സ് ഓർ ഇൻസ്ട്രക്ഷൻസ് ടുവേർഡ്സ് ദ സബോർഡിനേറ്റ്സ്. വെറുതെയാണോ ഓർഡേഴ്സ് കൊടുക്കുന്നത്? ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വർക്കേഴ്സിനും ഓർഡർ കൊടുക്കുന്ന ആ പ്രോസസ്സാണ് എന്ത് കമാൻഡിങ് എന്ന് പറയുന്നത്. സോ വൈൽ കമാൻഡിങ് or while getting commands from the superior, the employees can identify the methods, the procedures and values to carry out his roles or job in the organization. He can identify methods of working a particular job, or what are the procedure for completing a task in order to achieve the organizational objectives. എന്താണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് മാനേജർ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രൊസീജിയർ, അതിനെക്കുറിച്ചും ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ഐഡിയ ആർക്ക് കിട്ടുന്നുണ്ട്? എംപ്ലോയീസിന് കിട്ടുന്നുണ്ട്. അതാണ് എന്ത് കമാൻഡിങ്. സോ കമാൻഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഗിവിങ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടുവേർഡ്സ് ദ എംപ്ലോയീസ് ബൈ ദ മാനേജർ ടു അക്കംപ്ലിഷ് ദ ഡിസയേർഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. And it is one of the important element of direction or one of the important component of direction. Then another one is that supervision. As already know, direction is not only giving orders or commands towards the employees, but it is also include overseeing the work of employees, if they are doing the work properly or not, or it will accomplish or it will result in attaining the overall objectives of the organization.
it must be checked by the manager frequently. That is known as supervision. So in the supervision, ടൈം ടു ടൈം ആയിട്ട് എന്തെല്ലാമെന്ന് പറഞ്ഞു, ഓർഡേഴ്സ് കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഡയറക്ഷനിലെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. വെറുതെ ഓർഡർ കൊടുത്തുകൊണ്ട് മാത്രം എന്താവില്ല, ഡയറക്ഷൻ ആവില്ല. പ്രോപ്പറായിട്ട് അവരത് കാര്യങ്ങൾ എംപ്ലോയീസ് നമ്മൾ പറഞ്ഞ ഓർഡർ കൃത്യമായി പാലിക്കുന്നുണ്ടോ, ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള വർക്ക് കൃത്യമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ടൈം ടു ടൈം ആയിട്ട് ചെക്ക് ചെയ്യണം. ഓവർസീയിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ എംപ്ലോയീസ് വെദർ ഇറ്റ് വിൽ അക്കംപ്ലിഷ് ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പറഞ്ഞ അതേ രീതിയിലാണോ വർക്കേഴ്സ് പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തന്നെ വർക്കേഴ്സ് പെർഫോം ചെയ്താൽ നമ്മുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മാനേജർ ടൈം ടു ടൈം ആയിട്ട് ചെക്ക് ചെയ്യണം. സോ ഇറ്റ് ഈസ് സിംപ്ലി ദ ഓവർസീയിങ് ദ ആക്ടിവിറ്റീസ് subordinates at work and check whether he is doing right or not. Whether he is doing not in right way, the manager will correct him to do properly. ശരിക്കല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രകാരമല്ല ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്രൊഡക്ഷനിൽ പുതിയൊരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, മാനേജർ വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് മാത്രം ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കിട്ടണമെന്നില്ല അല്ലേ. മാനേജർ വന്നിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനൊക്കെ പോയി, അല്ലെങ്കിൽ മാനേജർ പിന്നെ ഒന്നും ശ്രദ്ധിച്ചില്ല, ആ ഓർഡർ കൊടുത്തല്ലോ, അവർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യാം, അങ്ങനെ വിചാരിച്ചതിനെ കൊണ്ട് എന്തില്ല, കാര്യമില്ല. ചിലപ്പോൾ അവർ തെറ്റായ രീതിയിലായിരിക്കാം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുക, അവർ ചെയ്യുന്നുണ്ടോ, ആ ചെയ്ത കാര്യം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ നടക്കുന്നത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കൊടുത്തതാണ് അവർക്കല്ലേ, അപ്പോൾ അവർ വേറെ മെത്തേഡാണ് യൂസ് ചെയ്തത്, അല്ലെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു പാക്കേജിങ് അല്ല ചെയ്തത്. അപ്പോൾ അതൊക്കെ തെറ്റായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തെറ്റായ രീതിയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നതുകൊണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ മാറ്റി ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാതെ കണ്ട് അവർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മാനേജർ നോക്കുന്നതെങ്കിലോ, ഫിനിഷ്ഡ് പ്രൊഡക്റ്റാക്കി സെറ്റാക്കി വെച്ചു, സെയിലിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ സെയിൽസ് നടത്താൻ വേണ്ടി ആ സ്റ്റേജിലെത്തുന്ന സമയത്താണ് മാനേജർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ മാനേജർക്ക് മനസ്സിലായി ഇതിൻ്റെ പ്രോപ്പർ പാക്കേജിങ് അല്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല ഈ പ്രൊഡക്റ്റ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പാക്കേജിങ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പോൾ അത്രയും നമ്മളെ റിസോഴ്സസ് അവിടെ വേസ്റ്റ് ആവുകയാണ്. ഒരുപാട് റിസോഴ്സസ്, ടൈം വേസ്റ്റായി, പൈസ വേസ്റ്റായി, അത്രയും പേരുടെ എഫേർട്ട് വേസ്റ്റായി, അതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസ് വേസ്റ്റായി, എല്ലാം വേസ്റ്റ് ആവുകയാണ്. സോ എന്ത് ചെയ്യണം, അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ടൈം ടു ടൈം ആയിട്ട് എന്ത് ചെയ്യണം, ഓരോ വർക്കും ചെക്ക് ചെയ്തിട്ടുണ്ടാവണം മാനേജർ. ദാറ്റ് ഈസ് നോൺ ആസ് സൂപ്പർവിഷൻ. So supervision means overseeing the work of the employees, and the direction does not end with giving orders or providing guidelines, and it also, or the manager has to check whether the workers are doing the jobs more effectively in order to attain the organizational objectives. The next one is that communication. Communication means transfer of information or exchange of information from one person to another person. It may transfer of ideas or knowledge or etc. from one person to another person. Communication എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുന്നത് അല്ലേ. ഒരാളുടെ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അയാൾക്കറിയുന്ന എന്തെങ്കിലും സ്കിൽസ് ആയിക്കോട്ടെ, അത് ഒരാളിൽ നിന്ന്, അല്ലെങ്കിൽ ഐഡിയ ആയിക്കോട്ടെ, അത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സാണ് എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, അതെന്താ, കമ്മ്യൂണിക്കേഷനാണ്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അതാണ് എന്ത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ in an organization there should be effective communication, or while directing there should be effective communication. It will create a good relationship between the manager and the workers. നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം.
എപ്പോഴും എന്താണ് നമ്മൾ പറയുന്നത്, രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ. വൺ വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ടു വേ കമ്മ്യൂണിക്കേഷനും ഉണ്ട്. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓർഡേഴ്സ് ഇൻസ്ട്രക്ഷൻസും കൊടുക്കുക, മാനേജർ ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും എംപ്ലോയീസിന് കൊടുക്കുക, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒപ്പീനിയൻസ് സജഷൻസ് അതൊന്നും കളക്ട് ചെയ്യുന്നില്ല. അത്രയും കമ്മ്യൂണിക്കേഷനാണ് വൺ വേ കമ്മ്യൂണിക്കേഷൻ. ദെൻ ടു വേ കമ്മ്യൂണിക്കേഷനോ, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഓർഡർ കൊടുക്കുന്ന സമയത്ത് എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ്, അവരുടെ ഒപ്പീനിയൻ എന്താണ്, അതൊക്കെ അന്വേഷിക്കുന്നതാണ് എന്ത്, ടു വേ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത്, ടു വേ communication must be there in order to create good relationship between the employees and management. So communication is also another important element of direction. It is the process through which two or more persons come to exchange ideas and understanding about themselves. And good communication helps to maintain or helps in coordinating the activities of the employees or workers. കോർഡിനേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന എല്ലാവരുടെ വർക്കേഴ്സ് അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ഓർഡർ ടു എൻഷുർ effective direction in the organization, there should be an effective communication between the management and the workers. The next is that leadership. Next element is that leadership. The most important element of direction is leadership. Without leadership, there is no direction. The manager always expected to be a good leader in front of his group. Leadership simply means leading the members in a group. അല്ലേ, ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴും അയാളുടെ ഗ്രൂപ്പിലെ ആൾക്കാരെ ലീഡ് ചെയ്യുന്ന, അവർക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ലൊരു റോൾ മോഡലായിക്കൊണ്ട്, അവർക്ക് റോൾ മോഡലൊക്കെ ആയിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ കാട്ടിക്കൊടുക്കുന്ന ആളാണെന്ത്, ആ ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാനേജർ എപ്പോഴും ഒരു നല്ല ലീഡറായിരിക്കണം. ഹി ക്യാൻ ഇൻഫ്ലുവൻസ് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ വർക്കേഴ്സ്. ഹി ഷുഡ് ഇൻഫ്ലുവൻസ് ദ വർക്കേഴ്സ് ഓർ ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് ദ വർക്കേഴ്സ്. ലീഡർ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഞാനൊരു ലീഡർ ഉണ്ടാക്കുകയാണ്. നാളെ മുതൽ ക്ലാസ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അനന്തു ആണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അനന്തുവിനെ ആയിരിക്കും എല്ലാവരും നോക്കുന്നുണ്ടാവുക അല്ലേ. അനന്തു ക്ലാസ്സിലൊക്കെയാണ്, 9:30 വരുന്നുണ്ട്, ദെൻ എല്ലാ ക്ലാസ്സിലിരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അവനൊരു റോൾ മോഡലാണ്. ആ ലീഡർ എന്തായിരിക്കണം, എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലാണ്. നേരെ മറിച്ച് അനന്ത് വേസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. 10 മണിയാകുമ്പോൾ ക്ലാസ്സിൽ വരും, ക്ലാസ്സിൽ ഏറ്റവും ഉഴപ്പനാണ്. അപ്പോൾ അവരങ്ങനെയാണ്, അല്ലെങ്കിൽ ലീഡർ അങ്ങനെയാണ്, പിന്നെ എന്തിനാണ് നമ്മൾ നല്ല രീതിയിൽ എടുക്കേണ്ടത്, ആ ഒരു ബിഹേവിയർ വരും. അപ്പോൾ എപ്പോഴും ഒരു മാനേജർ നല്ല ലീഡർ ആയിരിക്കണം. അയാൾക്ക് മറ്റുള്ള ആൾക്കാരുടെ, അയാളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ് ഓഫ് വർക്കേഴ്സ്. ആൻഡ് എ മാനേജർ must be a good leader and he can influence the behavior of employees. ഒരു മാനേജർ എപ്പോഴും മറ്റുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ നോക്കി കണ്ടിട്ടായിരിക്കും മറ്റെല്ലാ ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ലീഡർഷിപ്പ് ഷുഡ് ബി there or the manager should be a good leader. The next is that motivation. It is also an important element of direction. Motivation is an inner feelings of a person. Motivation helps the manager in getting maximum cooperation of the people in order to accomplish the organizational objective. Motivation simply means stimulating people to action to accomplish the desired goals. എന്താ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ,
പീപ്പിളിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുക. മോട്ടിവേഷൻ എന്താ? പ്രേരണ അല്ലേ? എംപ്ലോയീസിനെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന അതാണ് എന്താ? മോട്ടിവേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കുറച്ച് പഠിക്കുന്ന കുട്ടി, ഒരു ആവറേജ് ഉള്ള സ്റ്റുഡൻറ്റ്, നിനക്ക് പറ്റും, നിന്നെ കൊണ്ടാവും, അങ്ങനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആവും, അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യും, അവൻ്റെ മാക്സിമം എഫിഷ്യൻസി യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ അവൻ്റെ പാരൻസ്, നിങ്ങൾക്കൊക്കെ പ്ലസ് ടുവിലൊക്കെ ഫുൾ A+ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇന്നത് വാങ്ങിച്ചു തരാം അല്ലേ, അങ്ങനെ ഓരോരോ ഓഫറൊക്കെ ചെയ്തിട്ടുണ്ടാവും പാരൻസ്. അതെന്താണ്? ഒരു രീതിയിലുള്ള മോട്ടിവേഷനാണ്. നമ്മുടെ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ പറയുമ്പോൾ എംപ്ലോയീസിനോട് പറയാണ്, എക്സ്ട്രാ ഇപ്പം ഒരു 100 യൂണിറ്റ്സ് ആണ് ഒരു ദിവസം ഒരു എംപ്ലോയി പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ 150 ആയിക്കഴിഞ്ഞാൽ 150 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 1000 രൂപ ഇൻക്രിമെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ തരും. ഈ ഒരു മന്തിൽ ഇത്ര സെർട്ടൈൻ ലിമിറ്റ് ക്രോസ് ചെയ്താൽ പ്രൊമോഷൻ ഉണ്ടാവും. അങ്ങനെ അവരെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അതാണെന്ത്? മോട്ടിവേഷൻ. എപ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു മാനേജർ എപ്പോഴും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണം. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു യൂട്ടിലൈസിങ് ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് ദി എംപ്ലോയീസ്. അവരപ്പോൾ എന്ത് ചെയ്യും? അവരുടെ മാക്സിമം എഫിഷ്യൻസി യൂട്ടിലൈസ് ചെയ്യും. കാരണം അവർക്ക് ബെനിഫിറ്റുള്ള കാര്യമാണ്. ഓർഗനൈസേഷന് ബെനിഫിറ്റ് മാത്രമല്ല, അവർക്കും കൂടി ബെനിഫിറ്റാണ് അല്ലേ? സാലറി കൂടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവർ മാക്സിമം വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് എന്ത്? മോട്ടിവേഷൻ. ആൻഡ് ഇറ്റ് ഓൾസോ ക്രിയേറ്റ്സ് സാറ്റിസ്ഫാക്ഷൻ ഇൻ ദ മൈൻഡ്സ് ഓഫ് എംപ്ലോയീസ്. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ? കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ കിട്ടുന്നു, അല്ലെങ്കിൽ കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടുന്നു മാനേജ്മെൻറ്റിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ. അപ്പോൾ എന്ത് ചെയ്യും? നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അവർക്ക്. അതാണ് എന്താ? മോട്ടിവേഷൻ. ദ നെക്സ്റ്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. Delegation of authority means what? Division of authority among the members in a group or in an organization. മാനേജർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം ഓരോ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഓരോ കാര്യം ചെയ്യാനുള്ള അതോറിറ്റി ഓരോരാൾക്ക് കൊടുക്കുന്നതാണ് എന്ത്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. സോ the supervisor or the manager can concentrate more on important elements or important activities. മാനേജർ എന്ത് ചെയ്യുന്നു? ഫോർ എക്സാമ്പിൾ നമ്മുടെ എച്ച് ഒ ഡി എന്ത് ചെയ്യുന്നു? HOD കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്തു, ബാക്കി ഓരോ ക്ലാസ്സിൻ്റെ ചാർജും ഓരോ ട്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ ഓരോ ടീച്ചേഴ്സിനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ HODൻ്റെ ബേർഡൻ അത്രയും കുറയാണ് അല്ലേ? HODക്ക് അത്ര വർക്ക് ലോഡില്ല. HOD എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ എൻ്റയർ ആയിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? മറ്റുള്ള കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഇതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനിലായാലും മാനേജർ എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? പ്രൊഡക്ഷൻ മാനേജർ ഏൽപ്പിക്കുന്നുണ്ട്, അങ്ങനെ ഓരോരോ ഫംഗ്ഷണൽ മാനേജറിനെ ഏൽപ്പിക്കുന്നുണ്ട് നമ്മൾ കണ്ടു ഓർഗനൈസേഷനിൽ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു ഗ്രൂപ്പിൽ, ഓർഗനൈസേഷനിലെ എൻ്റയർ ഗ്രൂപ്പിൽ delegation of authority is there, and it helps to the manager to concentrate more on the important matters. വെറുതെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ വേണ്ടി പോകുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മാനേജർ നോക്കുന്നു, ബാക്കിയെല്ലാം മറ്റുള്ള അയാൾക്ക് അണ്ടറിൽ ഓരോ ആൾക്കാരെ ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹിയർ മാനേജർ ഡു ലെസ് ആൻഡ് മാനേജ് മോർ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു അല്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ല മീൻസ് പണിയെടുക്കുന്നില്ല, കുറക്കുന്നു. തിങ്കിങ് ഫങ്ഷനാണ് കൂടുതലും മാനേജർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ദെൻ മെയിൻ്റനൻസ് ഓഫ് ഡിസിപ്ലിൻ. The discipline is an important element of direction. Discipline means what? Obeying the rules and regulations of an organization is known as discipline. സോ എല്ലാവരും നല്ല രീതിയിൽ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പം എഫിഷ്യൻസി, ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. സോ പ്രോപ്പർ ഡിസിപ്ലിൻ ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ ഓർഗനൈസേഷൻ ഫോർ ദ ഓർഡർലി ബിഹേവിയർ ഓഫ് ദി എംപ്ലോയീസ്. This is also an important element of direction. And finally,
coordination. Through directing implies coordination in the organization. എല്ലാ കാര്യങ്ങളെയും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എന്ത് നടക്കുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റീസും എല്ലാ വർക്കേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വരാൻ ആർക്ക് പറ്റുന്നുണ്ട്, ഡയറക്ഷന് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ മാനേജർക്ക് പറ്റുന്നുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ഓർ കമ്പോണൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ. ഫസ്റ്റ് വൺ, കമാൻഡിങ്, supervision, communication, leadership, motivation, delegation of authority, maintenance of discipline and coordination. So this is the elements or components of direction which helps to accomplish the desired or which helps to complete the direction process or direction function perfect. So ഇത്രയാണ് the elements of direction എന്ന് പറയുന്നത്. So thank you all.